നമ്മളിൽ പലർക്കും സാരി ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എനിക്കും സാരി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വാങ്ങിച്ചൊരു സാരി എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. എന്താ എന്നൊന്നും അറിയില്ല, ആ സാരിയുടെ കളറും അതിൻ്റെ ആ സോഫ്റ്റ്നെസ്സും എല്ലാം കൊണ്ടും എനിക്ക് ആ സാരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനത്തെ ഒരു സാരി എനിക്ക് എടുക്കാനോ അങ്ങനത്തെ ഒരു സാരി ഞാൻ കണ്ടിട്ടോ ഇല്ല. അപ്പോൾ ഈ സാരി ഒരു സോഫ്റ്റ് സിൽക്ക് സാരിയാണെന്ന് തോന്നുന്നു. സിൽക്ക് സാരിയാണ്, വളരെ സോഫ്റ്റാണ്. ഇത് വാങ്ങുന്ന ടൈമിൽ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഒരുപാട് പോരായ്മകൾ ഈ സാരിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇങ്ങനത്തെ ഒരു സാരി ഞാൻ കണ്ടിട്ടുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഒരു സാരിയാണ്. 2 കളറ്, ഒരു ഞാവൽ പഴത്തിൻ്റെ കളറും ഒരു സൈഡ് വരുന്നത് ഒരു ഇൻഡിഗോ ബ്ലൂ കളറ്, അല്ലെങ്കിൽ ഒരു പീക്കോ ഗ്രീൻ എന്ന് പറയാം, പീക്കോ ഗ്രീൻ കളറ്. പിന്നെ ഇതിൻ്റെ മുന്താണിയിൽ വലിയ ഫ്ലവേഴ്സാണ് വരുന്നത്, വലിയ റോസാ പുഷ്പം. അത്ര വലിയ ഫ്ലവേഴ്സ് എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും ഇതിൽ ചെറിയ ചെറിയ റോസാ പുഷ്പങ്ങൾ ഈ സാരി മൊത്തം ഇങ്ങനെ കിടക്കണ ഈ സാരി എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമാണ്. ഈ ഒരു വലിയ വലിയ ഫ്ലവർ ഒഴിച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും ഈ സാരി നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് വെറുതെ ഞാൻ എൻ്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഈ സാരി ഒന്ന് ചുമ്മാ ഷെയർ ചെയ്യണതാണ്. പിന്നെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരോ കാര്യമൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ അത്ര മനോഹരമായൊരു സാരി ഇത്. ഞാനൊരു സാരി ലവറാണ്, അതുകൊണ്ട് ഞാൻ എല്ലാ സാരികളും ഓരോരുത്തരിടുന്ന സാരികൾ അവരത് കെയർ ചെയ്യണതൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ എനിക്കും തോന്നി നമ്മളെ കയ്യിലുള്ള ഒരു സാരി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന്. വളരെ നല്ലൊരു സാരി. ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും ഒരു പീക്കോ ഗ്രീന് തന്നെയാണ്, അതിൽ ചെറിയ ചെറിയ ബുട്ടാസ്. അതൊരു സിൽക്ക് ആയതുകൊണ്ടും ഇത് എല്ലാ സാരീൻ്റെ അത്ര ഹൈറ്റും ഇല്ല. അപ്പോൾ അത് ഉടുക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇത് നന്നായിട്ട് കെയർ ചെയ്തില്ലെങ്കിൽ ഇത് പെട്ടെന്ന് കീറിപ്പോകാനുള്ള, നമ്മുടെ ചെരുപ്പ് കൊണ്ടാലോ എവിടെയെങ്കിലുമൊക്കെ കോറിപ്പോയാലൊക്കെ ഇത് പെട്ടെന്ന് കീറിപ്പോവും. അപ്പോൾ ഇത് അത്രയും നന്നായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യണം. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായത് ഇങ്ങനത്തെ സാരിയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ, ഇത് അലക്കാൻ തന്നെ പാടില്ല എന്നൊക്കെ എനിക്ക് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായത്. അപ്പോഴത്തേക്ക് ഞാനിത് അലക്കിയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് ഇതൊക്കെ അലക്കിയപ്പോഴത്തേക്ക് ഇതൊക്കെ അത്യാവശ്യം ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊക്കെ ഇളകി. ഇത് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട സാരി ആയിരുന്നു, അത് കുറച്ച് കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഫെയ്ഡായി. പിന്നീടാണ്, വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ സാരി ഇത്രത്തോളം ഇഷ്ടമായത്. എടുത്തപ്പോൾ അത്രയൊന്നും നമുക്കറിയില്ല സാരിനെ പറ്റി, പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും ഈ സാരി, ബാക്കി സാരികളൊന്നും ഇത്ര ഭംഗിയുള്ള സാരിയൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലൊരു സാരി നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ അതൊന്ന് ഷെയർ ചെയ്തതാണ്.